CPM കഴിഞ്ഞാൽ ഇടതുമുന്നണിയിലെ പ്രബലമായ പാർട്ടിയാണ് CPI. ഒരു കാലത്ത് CPM പോലും പിറവികൊള്ളുന്നത് CPIയിൽ നിന്നുമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിപ്പോന്നതോടെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പിളർപ്പ് യാഥാർത്ഥ്യമായത്. പരസ്പരം ചേരിതിരിഞ്ഞെങ്കിലും പിന്നീട് CPIയും CPMഉം സഹോദര ഇടതു കക്ഷികളായി. അന്നത്തെ ഭരണകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള എതിർപ്പാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ ഒരു കാരണമെങ്കിൽ ആ നിലപാട് ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരേയൊരു ഘടകം കേരളത്തിലെ CPM ആയിരിക്കും. അതിന്റെ മുഖ്യ വക്താവ് പിണറായി വിജയനും. കോൺഗ്രസുമായുള്ള സമീപനത്തെ ചൊല്ലിയായിരുന്നു പല ഘട്ടങ്ങളിലും CPMഉം CPIയും പരസ്പരം ഉടക്കിയിട്ടുള്ളത്. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയമായോ പ്രത്യയശാസ്ത്രപരമായോ സംഘടനാപരമായോ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന് CPM പറയുമ്പോൾ ദേശവ്യാപക സാന്നിധ്യവും സ്വാധീനവുമുള്ള മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും രാജ്യത്ത് രാഷ്ട്രീയ ബദലുണ്ടാക്കാൻ കോൺഗ്രസ് അനിവാര്യമാണെന്നും CPI പറഞ്ഞു വെക്കുന്നു. പൊതുവെ രാജ്യത്ത് ഇടതു പാർട്ടികൾ ദുർബലമായി വരുമ്പോഴും കേരളത്തിൽ CPMഉം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി തുടർച്ചയായി അധികാരത്തിൽ എത്തി. കേരളത്തിൽ തന്നെ ഇടതു പാർട്ടികളുടെ സ്വാധീനം പരിശോധിച്ചാൽ CPM മാത്രം വളരുകയും CPI ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാവരും ദുർബലരാവുകയും ചെയ്യുന്ന സ്ഥിതി കാണാനാകും. ഒരു കാലത്ത് കേരളത്തിലെ വലിയ ആൾക്കൂട്ടങ്ങളായിരുന്നു CPI എങ്കിൽ ഇന്ന് CPMനോട് ചേർന്ന് നിൽക്കുന്ന ഇത്തിൽക്കണ്ണി മാത്രമാണ് CPI. അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളെ CPM തകർത്തു തരിപ്പണമാക്കി എന്ന് പറയാം. CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലത്ത് നിരവധി AISF, AIYF പ്രവർത്തകരെയാണ് CPM, DYFI നേതാക്കൾ ആക്രമിച്ചിട്ടുള്ളത്. CPIയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് സ്വാധീനമുള്ള കേരള സർവകലാശാലയിൽ SFI അവരെ ഒപ്പം കൂട്ടാറില്ല. മാത്രവുമല്ല, പല ക്യാമ്പസുകളിലും SFIയും AISFഉം നേരിട്ടാണ് മത്സരവും. ഒന്നാം പിണറായി സർക്കാരിൽ CPIക്ക് കുറച്ചെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ എടുക്കാനായിരുന്നെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് യാതൊരു വിലയും CPIക്ക് ഉണ്ടായിട്ടില്ല. സർക്കാർ കൊണ്ടുവരുന്ന പല തീരുമാനങ്ങളിലും വിമതസ്വരം ഉയർത്തുന്നതിൽ CPMന് CPIയോട് ഇപ്പോൾ നല്ല കലിപ്പുമാണ്. പാലക്കാട് ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ CPI പ്രതിരോധത്തിലാക്കിയിരുന്നു. തീരുമാനത്തോട് യാതൊരു വിധത്തിലും യോജിക്കുവാൻ കഴിയില്ലെന്ന സമീപനത്തിലായിരുന്നു CPI. മന്ത്രി MB രാജേഷ് CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും CPI തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്തില്ല. സർക്കാരിനെതിരെ കൂടുതൽ രൂക്ഷമായി രംഗത്ത് വരികയും ചെയ്തു. CPI കൈകാര്യം ചെയ്യുന്ന റവന്യൂ വകുപ്പ് പദ്ധതി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ ഭൂമി കൃഷിക്കല്ലാതെ മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും കമ്പനിയുടെ അപേക്ഷ നിരസിക്കുകയും ചെയ്തു. ഇത് CPMനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ബ്രൂവറിക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല ബില്ലിലും മന്ത്രിസഭാ അംഗീകാരം നൽകുമ്പോഴും CPI ഇടഞ്ഞു തന്നെയാണ്. CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF സർക്കാരിനെതിരെ സമരപ്രഖ്യാപനം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും CPIയും CPMഉം തമ്മിൽ വലിയ തോതിലുള്ള തർക്കം ഉടലെടുത്തിരുന്നു. CPI മത്സരിച്ച വയനാടും തൃശൂരും മാവേലിക്കരയിലും CPM വേണ്ടത്ര പണിയെടുത്തിട്ടില്ലെന്നായിരുന്നു CPI വിലയിരുത്തൽ. തൃശൂരിലാകട്ടെ ADGP അജിത് കുമാറിന്റെ പല ഇടപെടലുകളും BJPയുടെ വിജയത്തിന് വഴിയൊരുക്കിയെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് സുനിൽകുമാർ പോലും വ്യക്തമാക്കിയിരുന്നു. വയനാട്ടിൽ മണ്ഡല രൂപീകരണത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി നേടിയത്. പ്രചരണ വേളയിൽ CPM പ്രവർത്തകരുടെ മുഴുവൻ ശ്രദ്ധയും പാർട്ടി സമ്മേളനങ്ങളായിരുന്നുവെന്നാണ് CPIയുടെ ആരോപണം. മതന്യൂനപക്ഷങ്ങളോടുള്ള CPM നയമാറ്റത്തിലും CPI വിയോജിപ്പ് ഉയർത്തിയിരുന്നു. അതേപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള കാരണം CPM നേതാക്കൾ ഉണ്ടാക്കിയ അനാവശ്യ വിവാദങ്ങളെന്നായിരുന്നു CPI വിലയിരുത്തൽ. മൂന്നാമതും തുടർഭരണം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന CPMന് CPIയുടെ പല നിലപാടുകളും തലവേദനയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പരമാവധി CPIയെ അവഗണിച്ച് മുന്നോട്ട് പോകുവാനാണ് CPMന്റെ തീരുമാനം. അതിനായി CPIയുടെ കൈവശമുള്ള കൂടുതൽ സീറ്റുകളിൽ അടുത്ത തവണ CPM മത്സരിച്ചേക്കും. CPIയുടെ ശക്തിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ഉന്മൂലനം ചെയ്ത് ഇനി മുന്നണിക്ക് പുറത്തേക്ക് പോയാലും അത് ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാക്കുകയാണ് CPM. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM നടത്തുന്ന ഈ നീക്കങ്ങളെപ്പറ്റി CPIക്ക് നല്ല ധാരണയുണ്ട്. അപ്പോഴും മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത്. അതേസമയം ഇടതുപക്ഷത്ത് തിരുത്തൽ വരുത്തി മുന്നോട്ടു പോകുവാൻ പാർട്ടി ശക്തമായ നിലപാടെടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസും CPIയുടെ കാര്യത്തിൽ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല. അതിനു പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. CPM ഇല്ലാത്ത CPI കേരളത്തിൽ ഒരിടത്തും വിജയിക്കില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. മാത്രവുമല്ല, അവർ കൂടി വന്നാൽ എവിടുന്ന് സീറ്റ് എടുത്തു കൊടുക്കാനാണ്? ഉള്ള സീറ്റുകൾ തന്നെ തികയാത്ത സ്ഥിതിയാണ് UDFനുള്ളിൽ.